വർഷത്തിന്റെ പകുതി പിന്നിട്ട് പുതിയൊരു മാസത്തിലേക്ക് കടക്കുമ്പോൾ സാധാരണക്കാരുടെ പോക്കറ്റിനെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന ഒട്ടനവധി മാറ്റങ്ങളാണ് രാജ്യത്ത് നടപ്പിലാകാൻ പോകുന്നത്. ഈ മാറ്റങ്ങൾ നമ്മുടെ പോക്കറ്റുകളെയും ദൈനംദിന ജീവിതത്തെയും നേരിട്ട് തന്നെ ബാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിലും യാത്രാ നിയമങ്ങളിലും വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരും. ആധാർ കാർഡ് അപ്ഡേഷൻ, LPG ഗ്യാസ് സിലിണ്ടർ വില, ട്രെയിൻ യാത്രയിലെ കടുത്ത പിഴകൾ, പ്രമുഖ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് നിബന്ധനകൾ എന്നിവയെല്ലാം മാറ്റങ്ങൾ വരും. ആധാർ കാർഡിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളതാണ് ആദ്യത്തേത്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്കായി ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡിൽ ഇമെയിൽ വിലാസം ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജൂലൈ 1 മുതൽ ഡിസംബർ വരെ അത് പൂർണ്ണമായും സൗജന്യമായി ചെയ്യാം. പേര്, വിലാസം, ജനനതീയതി, ലിംഗഭേദം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ ജനസംഖ്യാപരമായ വിവരങ്ങൾ യാതൊരുവിധ ഫീസും നൽകാതെ ഈ കാലയളവിൽ പുതുക്കാവുന്നതാണ്. മുമ്പ് ഇത്തരം മാറ്റങ്ങൾ വരുന്നതിന് 75 രൂപ വരെ ഫീസ് ഈടാക്കിയിരുന്നു. അടുത്ത മാസം മുതൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിഴകൾ ഇരട്ടിയായേക്കും. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ പിടികൂടാൻ ഇന്ത്യൻ റെയിൽവേ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ജൻ വിശ്വാസ് ആക്ട് ഭേദഗതിയുടെ ഭാഗമായി ടിക്കറ്റ് ഇല്ലാത്ത യാത്രയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ പിഴ 250 രൂപയിൽ നിന്നും 500 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇത് ജൂലൈ 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. മറ്റു ചില പ്രധാന റെയിൽവേ പിഴകൾ ഈടാക്കുന്നതിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. വനിതാ കോച്ചുകളിൽ കയറുന്ന പുരുഷന്മാർക്ക് 2500 രൂപ വരെ പിഴ ഈടാക്കാം. മറ്റൊരാളുടെ ടിക്കറ്റിൽ യാത്ര ചെയ്താൽ കർശനമായ നിയമ നടപടികളും ഉയർന്ന പിഴയും നേരിടേണ്ടി വരും. ജനറൽ ടിക്കറ്റുമായി സ്ലീപ്പർ കോച്ചിൽ കയറിയാൽ കർശനമായ പിഴ ഈടാക്കും. മറ്റ് നിയമലംഘനങ്ങൾ നോക്കിയാൽ ട്രെയിനിലും റെയിൽവേ പരിസരത്തും അനുമതിയില്ലാതെ കച്ചവടം നടത്തുക, ഭിക്ഷാടനം, മദ്യപിച്ചുള്ള യാത്ര, റെയിൽവേ ട്രാക്കിൽ അതിക്രമിച്ചു കയറൽ എന്നിവയ്ക്കും വലിയ പിഴ തന്നെ ചുമത്തും. ഇനി പാചകവാതക ഇന്ധനവില പുതുക്കലാണ്. എല്ലാ മാസത്തെയും 1-ാം തീയതിയിലേതുപോലെ തന്നെ ജൂലൈ 1-നും പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിക്കും. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയും നിയമപരമായ തീരുമാനങ്ങളും അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം CNG, PNG, വിമാന ഇന്ധനമായ ATF എന്നിവയുടെ വിലയും പുതുക്കാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണക്കാരുടെ യാത്രാ ഭക്ഷണ ചെലവുകളെ ബാധിച്ചേക്കും. ഒരുപക്ഷെ LPG വില കുറയാനുള്ള സാധ്യതയുമുണ്ട്. 2026 ജൂലൈയിൽ 6 ആഴ്ച അവധി ദിവസങ്ങളുണ്ടാകും. 12 ദിവസത്തേക്ക് ബാങ്കുകൾ അടച്ചിടും. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ കാരണങ്ങളാൽ 6 അവധി ദിനങ്ങൾ ആചരിക്കും. മിസോറാം, മേഘാലയ, ത്രിപുര എന്നിവിടങ്ങളിൽ ഈ അവധി ദിനങ്ങളും ആചരിക്കും. കഴിഞ്ഞ മാസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MPC യോഗത്തിന് ശേഷം ചില ബാങ്കുകൾ അവരുടെ പലിശ നിരക്കുകൾ പരിഷ്കരിച്ചിരുന്നു. ജൂലൈ മുതൽ സ്ഥിര നിക്ഷേപ അഥവാ FD നിയമങ്ങളും പലിശ നിരക്കുകളും മാറിയേക്കും. ജൂലൈ മുതൽ ബാങ്കുകൾ അവരുടെ സ്ഥിര നിക്ഷേപ പലിശ നിരക്കുകൾ അവലോകനം ചെയ്തേക്കാം. നിങ്ങൾ ഒരു FD പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ പുതിയ പലിശ നിരക്കുകളും അവലോകനം ചെയ്യുന്നതും ഉറപ്പാക്കണം. എന്നിരുന്നാലും ഇത്രയും മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ വരാനിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.